നമസ്കാരം. CA കമ്പനി ലോ, അതായത് ലോ പേപ്പർ, എന്താ പറയുക, നമ്മൾ മെയിനായിട്ട് അതിൻ്റെ പേപ്പറിൻ്റെ പേര് എന്താണ്, പേപ്പർ 2 അല്ലേ, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഓവർവ്യൂവും സ്റ്റഡി പ്ലാനും ഞാൻ എടുത്തിട്ട് വീഡിയോ ഉണ്ട്. അത് ഒത്തിരി പേര് കാണുന്നു, സന്തോഷം. അപ്പോൾ പൊതുവേ പണ്ട് മുതൽ തന്നെ വരുന്നൊരു റിക്വസ്റ്റാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു റിക്വസ്റ്റ് വന്നു. താങ്ക്സ് ഫോർ ദി റിക്വസ്റ്റ് റോഷൻ. അതായത് ഈ എക്സാം പ്രസൻറ്റേഷൻ ഒന്ന് പറയാമോ ചോദിച്ചാൽ, അത് CS-നൊക്കെ ഞാൻ ഒരു ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ട്, 1 മണിക്കൂർ. CS എക്സിക്യൂട്ടീവിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതുന്നതിനെ കുറിച്ച്, എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ടിപ്സും അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ടിപ്സും. ഇപ്പോൾ CAക്ക് ഇൻ്റർമീഡിയറ്റിന് എസ്പെഷ്യലി എന്താ പറയുക, അങ്ങനത്തെ ഒരു വീഡിയോ ഞാനും കുറേ നോക്കിയിട്ട് എങ്കിലും എന്താ പറയുക, മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ വീഡിയോ. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, CA എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു പ്രൊഫഷണൽ എക്സാമിനേഷനാണ്. നാഷണൽ ലെവലിൽ വാല്യുവേഷനുള്ള അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉള്ള ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷനാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാമും അതിൻ്റെ വാല്യുവേഷനും അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ പാറ്റേണും എല്ലാ മെത്തഡോളജിയും ക്വാളിറ്റി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അതേ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, 3 ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെയാണ്. CA കോഴ്സിനും അതേപോലെ തന്നെ CMA കോഴ്സിനും അതുപോലെ തന്നെ ICSIയുടെ എന്താ പറയുക CS കോഴ്സും അതുപോലെയാണ്. എങ്കിലും ലോ പേപ്പർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ലോ പേപ്പർ എക്സാമിന് പ്രസന്റ് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ഒരു പാറ്റേൺസ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടൊരു സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്തിനാണ്? കുറച്ചുകൂടി മാർക്ക് ഞാൻ പറഞ്ഞില്ല, 60-65 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പ്രത്യേക ഒരു പ്രിപ്പറേഷൻസ് ചെയ്യുന്നതല്ല. പ്രോബ്ലം പേപ്പേഴ്സ് പോലെ അല്ല, തിയറിയാണ്. അപ്പോൾ അത് എഴുതി ഫലിപ്പിക്കണം എന്നുള്ള. അപ്പോൾ ഓഡിറ്റിങ്ങിലും അതുപോലെ തന്നെയാണ്. അതുപോലെ IT ഉണ്ടെങ്കിൽ അതുപോലെയാണെങ്കിൽ ലോയ്ക്ക് നമ്മളായിട്ടുള്ള ഒരു ലോയർ എന്ന എന്താ പറയുക ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചില കാര്യങ്ങളുണ്ടാവണം. അപ്പോൾ പ്രിലിമിനറി ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചില ടിപ്സ് പ്രത്യേകിച്ച് പറഞ്ഞുതരാം. പോയിന്റ് നമ്പർ 1, പഠിക്കുമ്പം തന്നെ കൺസെപ്ച്വൽ ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, അല്ലേ? ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പറഞ്ഞു, ക്രോസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ചെക്ക് ക്രോസ് ചെയ്യുക, പ്രാക്ടിക്കലി ഒരു ചെക്ക് ബുക്ക് എടുത്ത് നോക്കി പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവണം. കമ്പനി ലോയിലാണെങ്കിൽ പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരു പ്രോസ്പെക്ടസിന്റെ മോഡൽ നോക്കുക, RHP റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താണ് നോക്കുക. കമ്പനി ഇൻകോർപ്പറേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ ഒരു കോപ്പി എടുത്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ്, അതിൽ സിൻ നമ്പർ എവിടെ എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ കൺസെപ്ച്വലായിട്ട് നല്ലൊരു നോളജ് ഉണ്ടാവണം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഞാൻ എപ്പോഴും പറയുന്ന പോലെയാണ്, എക്സാമിൽ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്ററും വിടരുത്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചോളം വളരെ ക്യൂട്ടായിട്ടുള്ള സിലബസ് ആണ്. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും ഒരേപോലെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക, ഒരു ഏരിയയും വിട്ട് പഠിക്കരുത്. ഇതാണ് ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നമ്മളെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതിൻ്റെതായിട്ടൊരു സ്റ്റൈലുണ്ട്, ചോദിക്കുന്നതിലും വാല്യുവേഷനിലും മാർക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഹോണറബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിലയിൽ നോക്കണം. അതിൻ്റെ സജസ്റ്റ് ആൻസേഴ്സ്, അത് റിവിഷൻ ടെസ്റ്റ് പേപ്പറിലായാലും കൊള്ളാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒത്തിരി പ്രാക്ടീസ് മാനുവലും ബാക്കിലോട്ട്, ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പർട്ടിക്കുലർ സിലബസിൽ ഇല്ലെങ്കിൽ പോലും ബാക്കിലോട്ടുള്ള സിലബസിലെ പ്രാക്ടീസ് മാനുവൽസും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതുന്ന രീതി, ദ പാറ്റേൺ ഓഫ് ആൻസറിങ് എക്സാം, അത് ഏത് പേപ്പറിലായാലും അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ലോയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ചുമ്മാ പഠിച്ചുകൊണ്ട് പോകുന്നു, കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, സാറിൻ്റെ കുറേ നോട്ട്സ് വായിക്കുന്നു, കുറേ പഠിക്കുന്നു, നെറ്റ് നോക്കുന്നു, പഠിക്കുന്നു, ഇതെല്ലാം ഒരു ആസ്പെക്റ്റ് ആണെങ്കിലും അവസാനം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എങ്ങനെ എഴുതണമെന്നുള്ളത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സജസ്റ്റ് ആൻസേഴ്സോ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സോ അതിൽ അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ പോർട്ടൽസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയാണ് പരീക്ഷ ഹോളിലോട്ട് പോകാൻ. അല്ല ചുമ്മാ എന്തെങ്കിലും എഴുതാം എന്നൊരു പാറ്റേൺ പൊതുവേ നമുക്ക് പ്രൊഫഷണൽ കോഴ്സിന് പറഞ്ഞിട്ടുള്ളതല്ല. ഇനി എൻ്റെ സബ്ജക്റ്റ്, അപ്പോൾ 3 ടിപ്സ് മറക്കരുത്. ആ ടിപ്സ് അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്ത് കേട്ട് ഉൾക്കൊള്ളുക. ഇത് എക്സാം പ്രിപ്പറേഷനെ കുറിച്ചാണ് സാർ പറഞ്ഞത്, അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് എക്സാം പ്രസൻറ്റേഷനെ കുറിച്ചാണ്. മാർക്ക് കൂടുതൽ എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് കളയാതിരിക്കാൻ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം. ഒരുപാട് കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട് വാട്സപ്പിൽ മെസ്സേജിൽ, 32 എടുത്തു ലോയിൽ, സാർ 40 കടക്കുന്നില്ല, അല്ലെങ്കിൽ 50 വരെ പോകുന്നു, 60 ഒരിക്കലും പോകുന്നില്ല, അങ്ങനെയൊക്കെ പറയും. ഇപ്പം എൻ്റെ ഒരുപാട് കുട്ടികൾക്ക് 76, 70 അല്ലെങ്കിൽ 60+ മാജിക്ക് തന്നെ ഞാൻ പറയുന്നത്. ഒത്തിരി കുട്ടികൾ 60 കിട്ടുന്നു. അപ്പോൾ ഇത് എൻ്റെ ബിലുവിൻ്റെ മിടുക്കല്ല, ഞാൻ പറഞ്ഞത് ആ പാറ്റേണിൻ്റെ മിടുക്കാണ്. മനസ്സിലായത്? അത് ഒരുപാട് സാർമാർ അങ്ങനെയാണ് ഗ്രൂം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, കുറച്ചുകൂടി മാർക്ക് എടുക്കാനായിട്ട് നമ്മൾ എക്സാം ഹാളിൽ ആൻസർ ഷീറ്റിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബിക്കോസ് ലോ എന്ന് പറയുന്നത് ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലേ? ഇപ്പോൾ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാലി ആവുന്നുണ്ടോ, അതിൻ്റെ കറക്റ്റ് പോസ്റ്റിംഗ്, അല്ലേ, അതിൻ്റെ എന്താ പറയുക എൻട്രീസും പോസ്റ്റിങ്ങും ഫിഗർ ടാലി ആവുന്നുണ്ടോ, എമൗണ്ട്സ് വെച്ചൊക്കെ ആയിരിക്കും കൂടുതലും. സ്റ്റെപ്പ് മാർക്ക് എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് ലോയിൽ അല്ലെങ്കിൽ തിയറി പേപ്പറിൽ നമുക്ക് സ്റ്റെപ്പ് മാർക്കില്ല. അപ്പോൾ എഴുതി ഫലിപ്പിക്കണം, കാര്യങ്ങളെല്ലാം എഴുതി ഫലിപ്പിക്കണം.
ചില കുട്ടികളുണ്ട് മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ കോൺട്രാക്ട് ആക്ടിൽ ഒരു പ്രാക്ടിക്കൽസ് ചോദിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ആൻസർ അല്ലെങ്കിൽ ഉൾക്കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് എഴുതി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല. അപ്പോൾ എഴുതുമ്പോൾ ഉള്ള ടിപ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് സാറിന് പറയാം. എക്സാം പ്രസന്റേഷൻ ടിപ്സ് ഫോർ CA ഇന്റർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് ആണ് ഇനി സാറ് പറയാൻ പോകുന്നത്. ബേസിക്കലി മനസ്സിലാക്കേണ്ടത് എക്സാം ക്വസ്റ്റ്യൻ 3 പാറ്റേൺ. OMR കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. OMR എക്സാം പാറ്റേൺ ഇല്ല എഴുതാനായിട്ട്. അതുകൊണ്ട് തന്നെ OMR കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ അല്ലാത്ത ക്വസ്റ്റ്യൻസ് അത് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് തിയറി ക്വസ്റ്റ്യൻസും അടുത്തത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും അല്ലേ. നമുക്ക് 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അതിന് തിരിച്ചിട്ടുള്ളത്. ഒന്ന് തിയറി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഒന്നി അത് തിയറി ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു പ്രാക്ടിക്കൽ TORP. ഈ 2 പാറ്റേൺ ആണ് വരുന്നത്. ഈ തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഇനി തിയറി ക്വസ്റ്റ്യനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും തിയറി ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, ഒരു തിയറി ക്വസ്റ്റ്യൻ എടുക്കാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് യു മീൻ ബൈ അങ്ങനെ ചോദിക്കുമില്ല, ഞാൻ പറയുന്നില്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ RHP റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് വെൻ പ്രോസ്പെക്ടസ് ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ഇഷ്യൂഡ്. ഇതാണെന്ന് വെച്ചു PAS ചാപ്റ്ററിലെ പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ഒന്നിട്ട് പറയാം. വാട്ട് യു മീൻ ബൈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് പ്രോസ്പെക്ടസ് നീഡ് നോട്ട് ബി ഇഷ്യൂഡ്. ഇതാണ് കമ്പനീസ് ആക്ടിൽ കോർപ്പറേറ്റ് ലോയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണെന്ന് വെക്കുക. ഇതിനെങ്ങനെ ആൻസർ എഴുതും എന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളത് വായിച്ചു നോക്കുന്നു. നമുക്ക് പ്രോസ്പെക്ടസിനെ കുറിച്ച് അറിയാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട പോയിന്റ് അല്ലേ, ആൻസർ നമ്പർ എന്നൊക്കെ നമ്മൾ എഴുതും അല്ലേ. ആൻസർ ഫോർ എക്സാമ്പിൾ 4 അല്ലേ, 4A ആണ് അല്ലേ, 4A എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. 4Aക്ക് നമ്മൾ ആൻസർ എഴുതുന്നു. ഇങ്ങനെ ഡബിൾ അല്ലേ. നമ്മളതിൻ്റെ എന്താണ് മാർജിനിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു ലൈൻ എഴുതുന്നു അല്ലേ. നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ്റെ ഒരു ലൈൻ, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഹെഡിങ് നമ്മൾ എഴുതുന്നു. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് ഹെഡിങ് എഴുതുന്നു. എപ്പോഴും നമ്മൾ എഴുതേണ്ടത്, ഞാൻ എന്താണ് എഴുതുന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, അതല്ല ഒന്ന് ഉദ്ദേശം. നമ്മൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് നോക്കണ്ട, ടൈപ്പിംഗ് അല്ല, മൗസ് വെച്ചാൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത് നോക്കണ്ട. അപ്പോൾ ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ. എന്താണ് ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്? പ്രോസ്പെക്ടസിനെ കുറിച്ച് ഒരു ലൈൻ എഴുതും. ദ ടേം പ്രോസ്പെക്ടസ് ഈസ് എ ഡോക്യുമെന്റ് യൂസ്ഡ് ഫോർ പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാം, ഒരു ലൈൻ എഴുതാം. അപ്പോൾ പ്രോസ്പെക്ടസിന്റെ മീനിങ് എന്താണെന്ന് ആദ്യം എഴുതണം. ചാടിക്കയറി RHP മീൻസ് എന്ന് പറഞ്ഞ് എഴുതണം. ആദ്യം പ്രോസ്പെക്ടസ് എന്താണെന്ന് ഒരു ലൈൻ പറയണം അല്ലേ. അപ്പോൾ ഒരു ഇൻട്രോയിൽ ഒരു ലൈൻ പറയണം. രണ്ട് നമ്മൾ അതിൻ്റെ ഒരു ലോ എഴുതണം. ലോ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിലെ ലോ എഴുതണം. അതിൻ്റെ ലോ എഴുതും. കമ്പനീസ് ആക്ടിലെ സെക്ഷനെ ബേസ് ചെയ്തിട്ട് ഇന്ന സെക്ഷൻ 2 subsection so and so defines the term red herring prospectus. അറിയാമെങ്കിൽ സെക്ഷൻ നമ്പർ അറിഞ്ഞുകൂടെങ്കിൽ എഴുതേ ചെയ്യരുത്, അറിയാമെങ്കിൽ എഴുതുക അല്ലേ. അപ്പോൾ രണ്ടാമത് എഴുതേണ്ടത് ലോ ആണ്. ഏത് സെക്ഷനെ ബേസ് ചെയ്തിട്ട് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആസ് പെർ സെക്ഷൻ so and so means a prospectus issued in a book building process wherein there will be no value per value of the shares എന്ന് പറഞ്ഞ രീതിയിൽ എഴുതുക. അതിൻ്റെ അത് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് വാട്ട് എവർ മേ ബി ഇതില്ല, ആ സെക്ഷൻ നമ്മൾ എഴുതണം. അതുപോലെ ഇപ്പോൾ ഡിവിഡൻ്റ് ആണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 clause എന്ന രീതിയിൽ ഡിവിഡൻ്റ് ഡെഫിനിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രീം ഡിവിഡൻ്റ് എന്ന് എഴുതുക. അതേപോലെ ഷെയർ ആവാം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡെഫിനിഷൻ ആവാം, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഡെഫിനിഷൻ ആവാം, വാട്ട് എവർ മേ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ RHP ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ലോ എഴുതുക. ഇനി വേണം ഇപ്പോൾ ലോ എഴുതിയതിനു ശേഷം മൂന്നാമതാണ് അതിൻ്റെ തിയോറിറ്റിക്കൽ വെർഷൻ എഴുതുക. തിയറി അല്ലേ, തിയറി എന്താണ് നമ്മൾ എഴുതണം. എന്താണ്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഈസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ഫോളോയിങ് പർപ്പസ്. പോയിന്റ് നമ്പർ 1 ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിനാണ്. പോയിന്റ് നമ്പർ 2 പബ്ലിക് ഇഷ്യൂവിനാണ്. പോയിന്റ് നമ്പർ 3 സെബി ഗൈഡ് ലൈൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്നിങ്ങനെ എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായാലും ഒരു ഇൻട്രോ എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ഇൻട്രോ ആണ്. രണ്ടാമത് ലോ ആണ് പറയേണ്ടത്. സെക്ഷൻ കോട്ട് ചെയ്ത്, സെക്ഷൻ അറിയാമെങ്കിൽ സെക്ഷൻ കോട്ട് ചെയ്ത് കമ്പനീസ് ആക്ടിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പറയുക. മൂന്നാമത് അതിനെ വിവരിക്കണം, ഡിസ്ക്രൈബ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായാലേ. ഇനി ഇപ്പോൾ ലാസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ, എന്താണ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ പ്രോസ്പെക്ടസ് വേണ്ട. അപ്പോൾ പറയണം ആസ് പെർ സോ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് പ്രോസ്പെക്ടസ് നീഡ് നോട്ട് ബി ഇഷ്യൂഡ്. പോയിന്റ് നമ്പർ 1 എന്താണ് പ്രോസ്പെക്ടസ് നീഡ് നോട്ട് ബി ഇഷ്യൂഡ്? വെൻ ദ പബ്ലിക് ഇഷ്യൂ ഈസ് ഓൾറെഡി മെയ്ഡ് അല്ലെ, ഓൾറെഡി ചെയ്ത പബ്ലിക് ഇഷ്യൂന് വീണ്ടും ഫോളോ ഓൺ ഓഫർ ആണെങ്കിൽ പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 വെൻ ഇൻ ദ കേസ് ഓഫ് റൈറ്റ്സ് ഇഷ്യൂ. പോയിന്റ് നമ്പർ 3 ഇങ്ങനെ എഴുതണം. അപ്പോൾ ഈ തിയറി എഴുതുമ്പോൾ എപ്പോഴും ഐ വുഡ് സജസ്റ്റ് യു ടു റൈറ്റ് ഇൻ ബുള്ളറ്റ് പോയിന്റ്സ്. എങ്ങനെ എഴുതണം? ഒരു ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടി ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതിയിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നാലാമത്തെ അവസാനത്തെ കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷൻ എഴുതാം. എന്ത് എഴുതണം? ഒരു കൺക്ലൂഷൻ എഴുതണം. എന്ത് എഴുതണം? ദസ് ദ എബോവ് ആർ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് പ്രോസ്പെക്ടസ് ആർ നോട്ട് റിക്വയർഡ്. പറഞ്ഞ മനസ്സിലായാലും ഇനി ലോ എഴുതിയവർ ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇങ്ങനെയാണ് എഴുതുന്നത്. പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ആൻസർ ഷീറ്റിൽ കൂടിപ്പോയി ഒരു പാരഗ്രാഫ് കാണും, ഒരു 4 ലൈൻ കാണും, അതിൽ 2 സ്പെല്ലിംഗ് തെറ്റ് കാണും. ശരിയല്ലേ? സെക്ഷൻ പൊതുവേ ചിലർ എഴുതും, ചിലർ എഴുതാറില്ല, ചിലർ തെറ്റിച്ചെഴുതും. അപ്പോൾ ഇങ്ങനൊന്നും പാടില്ല. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ 4 മാർക്കിന് ചോദിക്കുന്നതാണെങ്കിൽ 3 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും.
അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, തിയറി ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ എഴുതേണ്ട പാറ്റേൺ എങ്ങനെയാണ്? ഒരു ഇൻട്രോ, അത് കൺസെപ്ച്വൽ ഇൻട്രോ ആണ്. ഏത് ടോപ്പിക് ചോദിച്ചാൽ എൻ്റെ കൺസെപ്റ്റിന്റെ ഇൻട്രോ. ഫോർ എക്സാമ്പിൾ ഇൻട്രം ഡിവിഡനെ കുറിച്ചാണ് ചോദ്യമാണെങ്കിൽ ഡിവിഡനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയണം. അക്കൗണ്ട്സിനെ കുറിച്ചാണെങ്കിൽ ജനറൽ ആയിട്ട് അക്കൗണ്ട്സ് വയ്ക്കുന്നതിനെ കുറിച്ച് പറയണം. ഓഡിറ്ററിനെ കുറിച്ചാണെങ്കിൽ ജനറൽ ആയിട്ട് ഓഡിറ്റർ എന്താണെന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു തിയോറിറ്റിക്കൽ ഇൻട്രോ 2 ലൈൻ, പിന്നെ ലോ, അവിടെ സെക്ഷൻ വൈസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുക. 3ാമത് അതിന്റെ തിയോറിറ്റിക്കൽ വിവരണം കൊടുക്കുക. 4ാമത് ഒരു കൺക്ലൂഷൻ ഒറ്റ ലൈൻ മതി. ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു പേജിൽ അറൗണ്ട് 4 മാർക്കാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു പേജ് നിറയണം. ഒരു പേജ് നിറച്ച് എല്ലാ ലൈനും എഴുതുന്നല്ല, മുകളിൽ ഒരു ലൈൻ വിടുന്നു, ഹെഡിങ് എഴുതുന്നു, പിന്നെ ഇൻട്രോ എഴുതുന്നു, ലോ എഴുതുന്നു, തിയറി എഴുതി കൺക്ലൂഷൻ എഴുതുമ്പോൾ അറൗണ്ട് ഒരു ഫുൾ പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ പേജ് ഇങ്ങനെ നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 പേജ് കഴിയുമ്പോൾ ഫുൾ ആ ഒരു പേജ് നിറഞ്ഞു. ഇങ്ങനെയാണ് ഒരു തിയറി എഴുതുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ അഗെയിൻ. തിയറി ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ആൻസേർഡ് ഇൻ ഡിവിഷൻ. അല്ലാതെ ഒരു ക്രൗഡായിട്ട് ഒരു പാരഗ്രാഫ് എഴുതി വെക്കുക, ക്രൗഡായിട്ട് ചുമ്മാ ഒരു 4 ലൈൻ എഴുതി വെക്കുക. അതൊന്നും പൊതുവേ കുട്ടികൾ, ഞാൻ പറയും, എന്താണ്, ദാരിദ്ര്യമാണ് ആൻസർ എഴുതുന്നത്. കാരണം ഒരുപക്ഷെ സ്പീഡായിട്ട് എഴുതുന്നുണ്ടായിരിക്കാം, സമ്മതിച്ചു. എങ്കിലും ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ട് കട്ട് ചെയ്ത് പല പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, തിയറി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനി മുതൽ ഒരു ഇൻട്രോ എഴുതുക, ലോ എക്സ്പ്ലെയിൻ ചെയ്യുക, പിന്നെ അതിന്റെ തിയോറിറ്റിക്കൽ വെർഷൻസ് പറയുക, അവസാനം ഒരു ലൈൻ എന്ത് ചെയ്യുക, കൺക്ലൂഷൻ. ദ എബോവ് are the circumstances in which the dividend should be issued. The above are the circumstances in which penalty will not be there. Above the circumstances in which prospectus need not be issued. ഇങ്ങനെ ഒരു കൺക്ലൂഷനും കൂടെ ചെയ്തു പോകും. കേട്ടല്ലോ? ഇങ്ങനെ വേണ്ട. പിന്നെ മാർക്ക് എടുക്കാനുള്ള, ഇതിൻ്റെ അകത്ത് മാർക്ക് എടുക്കാൻ കൂടുതൽ ചെയ്യേണ്ടത് ഇന്റർമീഡിയറ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു എക്സാമിനർ ഒരുപാട് സെക്ഷൻ നമ്പേഴ്സും കേസ് ലോ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്ക് കൂടുതൽ എടുക്കാൻ നമ്മളെ കയ്യിലുള്ള തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് സെക്ഷൻ നമ്പറാണ്, 2 കേസ് ലോ ആണ്, 3 ലേറ്റസ്റ്റ് അമെൻമെന്റ്സ് ആണ്. എന്തൊക്കെയാണ് കുട്ടികളെ? ഒന്നുകൂടി പറയാം. 3 സ്റ്റെപ്സ് ആണ് ഇതിന്റെ തിയറിയിൽ തന്നെ മാർക്ക് കൂടുതൽ എടുക്കാനായിട്ട്. 1 സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യുക, 2 കേസ് ലോ കോട്ട് ചെയ്യുക, പിന്നെ അമെൻമെന്റ്സ് കോട്ട് ചെയ്യുക. അതിന് നമുക്ക് ഷോർട്ട് ഫോമായിട്ട് SCA എന്ന് പറയാം. മറക്കരുത്. വിൽസാർ പറയുകയാണ് മാർക്ക് കൂടുതൽ എടുക്കാൻ ലോയിലോയുടെ ടെക്നിക്ക് എന്താണ്? SCA. എന്താണ് SCA? S ഫോർ സെക്ഷൻ, C ഫോർ കേസ് ലോ, A ഫോർ അമെൻമെന്റ്. എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. ഇപ്പോൾ അത് ഇന്റർമീഡിയറ്റ് ലെവലിൽ ഒത്തിരി നമുക്ക് അങ്ങനെ അമെൻഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ പോലും സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാൽ അവിടെ ഇവിടെ ആയിട്ട് അമെൻമെന്റ്സ് കാണും. ഇപ്പോൾ കമ്പനീസ് ആക്ട് ആണെങ്കിൽ 2017 അമെൻഡ് ചെയ്തു, 18 അമെൻഡ് ചെയ്തു, അല്ലേ? അപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. CSRO അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഒരുപാട് സ്പെസിഫിക് ആയിട്ട് ഇന്റർമീഡിയറ്റ് ലെവലിൽ ഒരുപാട് അമെൻമെന്റ്സും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പോലും പഠിപ്പിക്കുന്ന സാറുമാർ പറയുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന നിങ്ങളുടെ നോട്ടിൽ കിടക്കുന്ന ലേറ്റസ്റ്റ് അമെൻമെന്റ്സ് എൻ്റെ ഒരു സജഷനിൽ ഒരു ആൻസർ ഷീറ്റിൽ 1, 2, 3 സ്ഥലത്തെങ്കിലും അറ്റ്ലീസ്റ്റ് 1 or 2, 3 places യു ഷുഡ് കോട്ട് ദ ലേറ്റസ്റ്റ് അമെൻമെന്റ്സ്. അതൊരു തുറപ്പിട്ട പഠിക്കുമ്പോൾ രഹസ്യമായിട്ട് സുഹൃത്തുക്കളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. 2-3 അമെൻമെന്റ്സ് കുറിച്ചോ ഞാൻ പറഞ്ഞു ഇതൊന്നും വലിയ പാരഗ്രാഫ് ഒന്നുമില്ല, ഒരു ലൈൻ ആയിരിക്കാം, ഒരു പോയിന്റ് ആയിരിക്കും. RSPയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോസ്പെക്ടസിലോ ഷെയറിലോ ചാർജിലോ, ഇപ്പോൾ ചാർജിലൊക്കെ അമെൻമെന്റ്സ് ഉണ്ട്, ചാർജിലോ ഡിബഞ്ചറിലോ ഷെയർ ക്യാപിറ്റലോ ഏതെങ്കിലും ചാപ്റ്റർ നെഗോഷിയേഷൻസിൽ കുറവാണ്, അതർ ലോസിൽ കമ്പാരിറ്റീവ് അമെൻമെന്റ് കുറവായിരിക്കും. പക്ഷേ കമ്പനി ലോയിൽ ഇഷ്ടംപോലെ അമെൻമെന്റ്സ് ഉണ്ട്. 1 or 2 വാക്ക്, ഒരു ലൈൻ, ഒരു പോയിന്റ് വേണം. ഈ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷയുടെ തിയറി ആൻസറിന്റെ ഇടയിലൂടെ കയറ്റണം. അപ്പോൾ മറക്കരുത്, SCA മറക്കരുത്. തിയറി എഴുതുമ്പോൾ എഴുതേണ്ട ഫോർമാറ്റ് എങ്ങനെയാണ്? ഗീവ് an ഇൻട്രോ, നെക്സ്റ്റ് സേ ദ ലോ വിത്ത് കോട്ടിംഗ് സെക്ഷൻ നമ്പർ, third one elaborate it by a theory, and last one give one line conclusion. ഇൻ ബിറ്റ്വീൻ ദാറ്റ്, ഇതിന്റെ അകത്ത് ഇതിൽ എഴുതുമ്പം തന്നെ എന്ത് ചെയ്യണം? മനഃപൂർവ്വമായിട്ട് മാൻഡേറ്ററി ആയിട്ട് സെക്ഷൻ കുത്തിക്കയറ്റി എഴുതണം. അറിയാവുന്ന സെക്ഷൻ മനഃപൂർവ്വം എഴുതണം. അതായത് ഇന്ന് ഞാൻ സെക്ഷൻ എഴുതും, ആൻസർ ഷീറ്റ് എഴുതി കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു 10-15 സെക്ഷൻ എഴുതി എന്നൊരു തോന്നൽ വേണം. കാരണം എന്താണ്? അത് ലോ പേപ്പറിന് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ SCA ടെക്നിക് പറയുന്നത് ഇൻ ദ തിയറി ആൻസർ ഇറ്റ് സെൽഫ് യു ഷുഡ് കീപ് ഇൻ മൈൻഡ് റൈറ്റ് SCA ഇഫ് യു നോ ബേസിക്കലി സെക്ഷൻ, ദാറ്റ് ഈസ് ഫോർ S, C ഫോർ കേസ് ലോ, ആൻഡ് ലാസ്റ്റ് വൺ A ഫോർ അമെൻമെന്റ് ഇഫ് യു നോ. പിന്നെ ചിലർ ചോദിക്കും കേസ് ലോ എഴുതുമ്പോൾ 2 പേര് എഴുതണോ, അല്ലേ? ഇപ്പോൾ 2 പേര്, പിന്നെ ബാരോൺ വെസസ് പോട്ടർ, അല്ലേ? ഇഷ്ടമുണ്ട്. അൾട്രാ വെർസസ് ആഷ്ബറി വെസസ് റെയിൽവേ കമ്പനി, സാലമോൺ വെസസ് സാലമോൺ, അല്ലേ? ഇങ്ങനെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. അപ്പോൾ അഥവാ 2 സൈഡ്, അതായത് പ്ലെയിന്റിഫും ഡിഫൻഡന്റും എന്നാണ് പറഞ്ഞത്. കേസ് കൊടുത്ത ആൾ, കേസ് കൊടുക്കപ്പെട്ട ആളാണല്ലോ ഈ 2 പേരും. ഈ 2 പേരും അഥവാ അറിഞ്ഞുണ്ടെങ്കിൽ ആദ്യത്തെ പേരെങ്കിലും എഴുതുന്നതിൽ തെറ്റില്ല. കാരണം അതിനൊരു റെഫറൻസ് ഉണ്ട്. ആ സിറ്റ് വാസ് സ്റ്റേറ്റഡ് ഇൻ എന്താണ് കൃഷ്ണകുമാർസ് കേസ്, ആ സിറ്റ് വാസ് സ്റ്റേറ്റഡ് ഇൻ ബാരോൺസ് കേസ്, ആ സിറ്റ് വാസ് സ്റ്റേറ്റഡ് ഇൻ ഹാർബോട്ടൽസ് കേസ് എന്ന് ഒരു പേര് എഴുതിയാലും കുഴപ്പമില്ല. 2 സൈഡ് ഓർമ്മയില്ലെങ്കിൽ ഒരു സൈഡ് എഴുതിയാലും മതിയാവും. പിന്നെ അമെൻമെന്റ്സിൽ ഡേറ്റും കാര്യങ്ങളൊന്നും വേണ്ട, ജനറൽ ആയിട്ട് ഇത് അമെൻഡ് ചെയ്തതാണെന്നൊന്ന് പറഞ്ഞു പോയാണ്. സോ തിയറി ചാപ്റ്റേഴ്സിൽ തിയറി എഴുതുമ്പോൾ ക്വസ്റ്റ്യനിൽ മാർക്ക് എടുക്കേണ്ട രീതിയാണ് സാറ് പറഞ്ഞത്. ഇതുപോലെ എഴുതണം. അപ്പോൾ ഇനി മുതൽ എഴുതുമ്പോൾ ഒരു ആൻസർ ഷീറ്റ് തുറന്ന് നോക്കുമ്പോൾ ഒരു ഇൻട്രോ, കുറച്ച് ലോ സെക്ഷൻ പറഞ്ഞ് തിയറി എഴുതുന്നു, ഒരു കൺക്ലൂഷൻ പറഞ്ഞു. ഈ ഫോർമാറ്റിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. മറക്കരുത്.